സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. 12 കുട്ടികൾ ഓരോ ദിവസവും ഓരോ വീട്ടിൽ ഒത്തുചേർന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെ പഠനവും നാടൻ കളികളും കലാപരിപാടികളുമൊക്കെയായി ഒരു വേനൽ അവധിക്കാലം അങ്ങനെ ആഘോഷമാക്കിയവരാണ് ഇവർ. കോഴിക്കോട് കുറ്റ്യാടി കാവിലമ്പാറ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ ഋഷികയും ശിവതയുമാണ് കുട്ടിക്കൂട്ടം എന്ന ആശയവുമായി മുന്നോട്ട് വന്നത്. ഇന്റർനെറ്റ് ഗെയിമുകളിൽ നിന്ന് മാറി കുട്ടികൾ അയൽപ്പക്ക സൗഹൃദങ്ങളും സ്നേഹക്കൂട്ടായ്മയും വളർത്തിയെടുക്കാൻ മുന്നോട്ട് വന്നപ്പോൾ എല്ലാവിധ പിന്തുണയുമായി രക്ഷിതാക്കളും ഒപ്പം ചേർന്നു. നാടൻ പാട്ടും വടക്കൻ പാട്ടും നാടൻ കളികളും കുട്ടികളെ പരിചയപ്പെടുത്താൻ രക്ഷിതാക്കളും മുന്നോട്ട് വന്നു. കുറച്ച് സമയം പഠിപ്പിക്കും, പിന്നെ ബാക്കി ഓല് പറയുന്ന കളി കളിപ്പിക്കും, പാട്ട് പാണ്ടവർക്ക് പാട്ട് പഠിപ്പിക്കും, അങ്ങനെയെല്ലാം കളിപ്പിക്കും. പിന്നെ കുറച്ച് ഓടിയും ചാടിയും കളിപ്പിക്കും, വെയിലത്തൊന്നും ഇറക്കാണ്ട് അങ്ങനെ കളിപ്പിക്കുക. നന്മയുടെ നല്ല പാഠങ്ങൾ അടയാളപ്പെടുത്താൻ മക്കൾ മുന്നോട്ട് വന്നതിൽ രക്ഷിതാക്കൾക്കും ഏറെ സന്തോഷമായി. എല്ലാ കുട്ടികളും എല്ലാ വീടുകളിലും അവിടെയും ഇവിടെയും പോയി കളിക്കുന്നതിന് പകരം ഒരു വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് അവിടെ നിന്ന് തന്നെ ഭക്ഷണവും കഴിച്ച് പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ഇരുന്ന് ചുറ്റും എല്ലാ പൊതിയിൽ ചോറ് കൊണ്ടുവന്ന് എല്ലാവരും വട്ടത്തിലിരുന്ന് നല്ലൊരു കളിയും പഠനവും എല്ലാം കൂടെ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി പരിപാടി ഇത്രയും ഗംഭീരമായി നടന്നത്. ഈ നല്ല പാഠങ്ങൾ നുകർന്നുകൊണ്ടാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് ഇവർ കടന്നു ചെല്ലുന്നതും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. നമുക്കൊപ്പം നയൻതാര കോഴിക്കോട് നിന്ന് ചേരും. നയൻതാര, ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടത്? അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ കുട്ടികൾ തന്നെ പറയുന്നത് എങ്ങനെയാണ്? ദിവിഷ, ആദ്യം തന്നെ കുട്ടികൾക്ക് വലിയൊരു കയ്യടി കൊടുക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഒരുപക്ഷെ വേനലവധിക്കാലമൊക്കെ ആയതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ 80കളിലെയും 90കളിലെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു നൊസ്റ്റാൾജിക് സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും കൂടെ ഞാൻ അത്തരത്തിലുള്ളൊരു പോസ്റ്റ് കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ഞാൻ 90കളിലുള്ള ആളാണ്. അന്ന് ആ ഒരു സമയത്ത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കളിച്ചിരുന്ന കളികൾ, കണ്ണാരം പൊത്തി കളിച്ചിരുന്നു, കക്ക് കളിച്ചിരുന്നു, എനിക്കറിയില്ല മറ്റിടങ്ങളിൽ എന്ത് പേരാണ് ഇതിനെ പറയുക എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരുപാട് കളികൾ ചേച്ചിമാർ, ചേട്ടന്മാർ, പിന്നെ ഭക്ഷണം, അതായത് ചോറും കറിയൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ട്. പിന്നെ അമ്മമാരും അതുപോലെ ചേച്ചിമാരൊക്കെ ഉപയോഗിച്ച സാരിയോ അതുപോലെ ഷോളൊക്കെ ഉപയോഗിച്ച് വലിയ അമ്മയായും ടീച്ചറായും ഒക്കെ ഇതുപോലെയൊക്കെ കളിച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു ഓർമ്മ എന്നെപ്പോലുള്ളവർക്ക് ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അല്ലെ അത്തരം കളികളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ കുട്ടികളെല്ലാം ഈ അവധി കാലം മുഴുവൻ ചെലവഴിച്ചത് എന്നോർക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. 80കളിലെയും 90കളിലെയും ആളുകൾക്കൊക്കെ ഇത് കാണുമ്പം നൊസ്റ്റാൾജിക് സംഭവം ഉണർന്നു വരും എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. അപ്പോൾ ഇവിടെ ഇവർ പറയുന്നത്, മൊബൈൽ ഫോണുകൾ ഒന്നും ഞങ്ങൾ ഉപയോഗിക്കില്ല, ഞങ്ങൾക്ക് കളിക്കണം, നാടിനെ അറിഞ്ഞ് അല്ലെ നാട്ടിലെ നന്മ അറിഞ്ഞുകൊണ്ട് കളിക്കണം എന്നൊരു ചിന്താഗതിയിൽ നിന്നാണ് 2 കുട്ടികളാണ് ഇതിന് മുൻകൈ എടുത്തത്. അത്തരത്തിൽ 12 പേര് അവരുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഓരോ ദിവസം മാറി മാറി നിന്നുകൊണ്ട് അവർ എൻജോയ് ചെയ്യായിരുന്നു. പല കളികളും കളിച്ച് വളരെ രസകരമായ ടീച്ചറും കുട്ടികളുമായി കളിച്ചു, വീട്ടിലെ അമ്മയും മക്കളുമായി കളിച്ചു, ഫോണിനും അതുപോലെ TV-ക്കൊക്കെ വിട നൽകിക്കൊണ്ടാണ് അവരിത്തരം കളികളിലൊക്കെ ഏർപ്പെട്ടത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം തോന്നുന്നുണ്ട്. നമ്മുടെ കുട്ടിക്കാലവും നമ്മൾ ഓർത്തെടുക്കും എന്നതിലും ഒരു സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ 80കളിലെയും 90കളിലെയും പോസ്റ്റുകളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ എല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഞങ്ങൾ ഓഫീസിൽ നിന്നൊക്കെ സംസാരിക്കാറുണ്ട് പണ്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ. എവിടെ വെച്ചാണ് നമുക്ക് ഈ ഒരു പ്രതാപകാലം നഷ്ടപ്പെട്ടത് എന്ന് ചിന്തിച്ചു പോവുകയാണ്. എന്തിൻ്റെ വരവ് കൊണ്ടാണ് ഇത്തരം കളികളെല്ലാം നഷ്ടമായത്, അല്ലെ എന്തിൻ്റെ സ്വാധീനമാണ് നമ്മളെ ഇതിൽ നിന്നെല്ലാം അകറ്റി നിർത്തുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. ഫോണായിരിക്കാം, ചിലപ്പോൾ അത് TV പോലുള്ള സംഭവങ്ങളായിരിക്കാം, എന്തായാലും ഇൻ്റർനെറ്റിൻ്റെ കടന്നുവരവോടുകൂടിയാണ് എന്നതിൽ സംശയമില്ല. പക്ഷേ അതൊക്കെ അത്യാവശ്യമാണ്. ആധുനിക സംവിധാനങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. അതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ കുട്ടികളെ, നമ്മുടെ വരും തലമുറയാണ്, അവർക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിവ് നൽകേണ്ടിയിരിക്കുന്നു. ഇത്തരം ആധുനിക സംവിധാനങ്ങൾ മാത്രമല്ല, നമുക്ക് നാട് അല്ലെ നാട്ടിലെ നന്മകൾ, ഇത്തരം നന്മകളെയൊക്കെ അറിയാൻ വേണ്ടി അവരെ ഇത്തരം കാര്യങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കുക, അത്തരം അവസരങ്ങളൊക്കെ അവർക്ക് വേണ്ടി ഒരുക്കുക. ആ കാര്യത്തിൽ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കുക എന്നതാണ് പറയാനുള്ളത്.